ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ഗേസ്റ്റ് ഗെയിമിംഗ് വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ ലെസ് പ്ലേ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ നമുക്കൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. അത് സ്റ്റോൺ ജനറേറ്റർ, കോബിൾ സ്റ്റോണും കൂടെ കിട്ടുന്ന ഒരു ജനറേറ്റർ ഉണ്ടാക്കണം. നമുക്കത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എൻഡർ ഡ്രാഗനെ ഒട്ടനടി തീർക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് 10ാമത്തെ എപ്പിസോഡിൽ എൻഡർ ഡ്രാഗനെ തീർക്കാനാണ്. ഇതിപ്പോൾ 7ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ 10ാമത്തെ എപ്പിസോഡ് ആകുമ്പോഴത്തേക്കിന് എനിക്ക് എൻഡർ ഡ്രാഗനെ തീർക്കണം എന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് എൻഡിലും കുറേ ബ്ലോക്കിൻ്റെ ആവശ്യം വരും. അതുപോലെ തന്നെ നെതറിൽ നമുക്ക് ബ്ലേസ് റോഡ് ഒപ്പിക്കാനും കുറേ അധികം വേണ്ടി വരും. എവിടെയാണ് ഇതിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നായിരുന്നു അതിൻ്റെ പേര്? ബ്ലേസ് ഒക്കെ സ്പോൺ ആവുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഞാൻ അതിൻ്റെ പേര് ഓർമ്മയായി. അവിടെ പോകണമെങ്കിൽ എത്ര ദൂരം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേ അധികം ബ്ലോക്കിൻ്റെ ആവശ്യം വരും. ഇപ്പം ഈ വേൾഡിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ അല്ലാണ്ട് തന്നെ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി നമുക്ക് അവിടുന്ന് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അത് ബോട്ടിൽ പോകുമ്പോൾ ലാഗുണ്ട് കേട്ടോ, എന്തേന്നറിയില്ല. പിന്നെ ഞാൻ ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇതായിരിക്കും നമ്മുടെ ഫാർമിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ വില്ലേജർ ഇല്ലാത്തത്, വില്ലേജറുമായി ബന്ധപ്പെട്ട ഒരു സാധനം ഇവിടെ പണിയില്ല. ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡ് സ്റ്റോൺ ആയിട്ട് വരുന്നതും പിന്നെ ഇതുപോലെ മാനുവലായിട്ട് കുഴിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള കുറേ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. വില്ലേജറുമായി ബന്ധപ്പെട്ട ഒന്നും ഇവിടെ വരത്തില്ല. കാരണം ഇവിടെ അയൺ ഫാർം ഉണ്ട്. അയൺ ഫാർം ബെഡ് റോക്കിൽ അറിയാമല്ലോ, 100 ബ്ലോക്ക് ഗ്യാപ്പ് വേണം ഓരോ വില്ലേജും തമ്മിൽ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ബ്രേക്ക് ആയിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് തൽക്കാലം ഇത് ഏകദേശം നമുക്ക് ഒരു വഴി ഇടണം എന്ന് പറഞ്ഞാൽ എല്ലാ ഫാർമിലോട്ടും കണക്റ്റ് ആവുന്ന രീതിയിൽ. ഈ മലയൊക്കെ ഞാൻ ഇടിച്ച് നിരത്തും കേട്ടോ, അത് വേറെ കാര്യം. നമ്മൾ പെട്ടെന്ന് തന്നെ ബീക്കണൊക്കെ സെറ്റ് ആക്കിയിട്ട് ഈ മലയെല്ലാം ഈ ഒരു വൈ ലെവലിൽ, ഈ ഒരു വൈ ലെവലിൽ 64 നമ്മൾ ഇത് മൊത്തം കുഴിച്ചിടുന്നതായിരിക്കും. മൊത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യം വരുന്നതിനനുസരിച്ച് ഞാൻ ഈ ഏരിയ ക്ലിയർ ആക്കി കൊണ്ടുവരും. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇടത്തുമില്ല, നമ്മൾ ഈ ഫ്ലോറൊക്കെ മാറ്റും. ഈ ഗ്രൗണ്ട് ഫ്ലോറെല്ലാം മാറ്റിയിട്ട് വേറെ നല്ല കിടിലം ബ്ലോക്കൊക്കെ വെച്ചിട്ട് ആക്കാനാണ് എൻ്റെ പ്ലാന്. പറ്റുമോയെന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കയറി വരുന്നത് അവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്, ഇത് അയൺ ഫാർമിലോട്ടുള്ള വഴി വരുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ, അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ബോട്ട് ഇടുന്ന സ്ഥലം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാം. ഞാൻ പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് എൻ്റെ ആദ്യത്തെ ലെസ് പ്ലേയിൽ ബിൽഡ് ചെയ്തതാണ്. അതേ സെയിം ഇതാണ്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഞാൻ മറന്നു. അപ്പോൾ ആദ്യം 2 ചെസ്റ്റ് ഇവിടെ വെക്കണം, കുഴി. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം, അതായിരിക്കും നല്ലത്. ഇവിടെ ഇരിക്കുമ്പോൾ അയൺ ഫാർമർക്ക് ആയിക്കോളും. ഇവിടെ ആയിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ 2 ബ്ലോക്ക്, എന്നിട്ട് ഇതെല്ലാം ഇത് വേണ്ട, ഇതെല്ലാം കയ്യിലോട്ട് വരട്ടെ. ഇത് ഇപ്പം തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ചെസ്റ്റ് കയ്യിലുണ്ടായിരുന്നല്ലോ, അതേ ഇരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം ഷവലിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ്, എന്നിട്ട് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ, പിന്നെ അതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് 3 എണ്ണം, 2, 3, 4 ഹോപ്പർ ഇങ്ങനെ വരും. പിന്നെ ഇവിടെ ഒരു വരി ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. അതുപോലെ തന്നെ ഇവിടെയും വെക്കണം 2 വരി ബ്ലോക്ക്. ഒരു സൈഡിൽ ഒരു വരി ബ്ലോക്കും വേറെ സൈഡിൽ 2 വരി ബ്ലോക്കാണ് വെക്കേണ്ടത്. നമുക്ക് ഇവിടെ ഒബ്സിഡിയനും കൂടെ വെക്കാനുണ്ട്. ഇനി ഇവിടെ ഇത് വെക്കണം. ഇവിടെ അല്ല, ഒരു ബ്ലോക്കും കൂടെ മണ്ടയ്ക്കാന്ന് തോന്നുന്നു. ഇങ്ങനെ വരുമ്പം ഇവിടെ തന്നെ ഇവിടെ 4 ഇത് വെക്കണം. ഇതിൻ്റെ പേരൊക്കെ മറന്നു പോകുന്നു. ഇങ്ങനെയല്ല ഗൈസ്. ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ സൈൻ ബോർഡ് വെക്കാൻ പറ്റത്തില്ല. പറ്റും. ഇത് ഒരു ബ്ലോക്കും കൂടെ ഇങ്ങോട്ടാക്കണം. ഇപ്പോൾ സെറ്റായി. ഇനി ഇവിടെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബ്ലോക്കും കൂടെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം. ഞാൻ വെള്ളം ഒരു ബക്കറ്റ് എങ്ങാണ്ടേ കൊണ്ടുവന്നുള്ളൂ. ഒരു ബക്കറ്റ് വെള്ളം, ബാക്കി ലാവയാണ്. അപ്പം നിനക്ക് റീച്ച് ആവുമെങ്കിൽ നല്ലതായിരുന്നു.
ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കണം. അതിന് മുമ്പ് ഇവിടെ സൈൻ ബോർഡ് വെക്കണം. ഇവിടെയായിട്ട് ഒരു സൈൻ ബോർഡ് വെക്കണം. ഞാൻ ഇനി അങ്ങനെ മണ്ടയിൽ കയറും. ഓരോ മണ്ടത്തരം ഒപ്പിക്കുന്നുണ്ട്. ഇനി എടാ ഞാൻ എന്തിനാടാ താഴോട്ട് ഇറങ്ങിയേ? ഓരോ മണ്ടത്തരം. ഞാൻ ബെഡും എടുത്തില്ല. പക്ഷെ മാക്കാച്ചുകൾ സ്പോണാവും ചിലപ്പോൾ. സീനൊന്നുമില്ലല്ലോ. ഇല്ല. അതുപോലെ വെള്ളം എടുക്കുക, ഒഴിക്കുക. ഇത് 4 പ്രാവശ്യം ചെയ്യണം. എൻ്റെ ലാവ എങ്ങാനും ഒബ്സിഡിയനായ ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം എൻ്റെ വേറെ ലാവയൊന്നുമില്ല. ലാവ കഴുകി പോയിട്ട് എടുക്കേണ്ടി വരും. ഇനി ഒരു ബക്കറ്റും കൂടെ എടുക്കാം. ഇവിടെ ഒഴിക്കട ഒന്ന്. ഇനി ഇവിടെ ഒഴിച്ചാൽ ചിലപ്പോൾ ഒബ്സിഡിയനാവും. അതുകൊണ്ട് നമുക്ക് ഒരു ബ്ലോക്കും കൂടെ പൊക്കാം. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? എനിക്ക് വയ്യ താഴോട്ട് പോകാൻ. നൈറ്റ് ആണെന്നുണ്ട്. ഞാനാണെങ്കിൽ ഒന്നും എടുത്തിട്ടുമില്ല. ഇത്രയും പൊക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. അപ്പം പണി കഴിഞ്ഞ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ബിൽഡാണ്. ഇനി ഇത് നടുക്കായിട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ താഴെ സ്റ്റോൺ വരേണ്ടതാണ്. അപ്പം നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാനുള്ള ഇതില്ല. കാരണം എൻ്റെ കയ്യിൽ ടച്ചില്ല. ഞാൻ ഒന്ന് പോയി കടന്നുറങ്ങിട്ട് വരട്ടെ. നമുക്ക് ഇതിനൊരു ബിൽഡാക്കണം. അത് എൻഡർ ഡ്രാഗനെ കൊന്നിട്ടാവാം. ഇപ്പം നൈറ്റ് ആയതല്ലേ ഉള്ളൂ. ഇത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കട്ടെ. എന്നിട്ട് വെട്ടമില്ല. അവിടെ പാവി വെട്ടമില്ലേ? ഞാൻ ഒബ്സിഡിയൻ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ വട്ടം വെക്കാൻ പറ്റില്ലേ. ഒബ്സിഡിയൻ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ അങ്ങറ്റത്തെ ബ്ലോക്ക് പോവാണ്ടിരിക്കാനാണ്. കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒറ്റ നിപ്പങ്ങ് നിന്ന് മൈൻഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എഫിഷ്യൻസി 5ഉം പിന്നെ സ്ട്രെങ്ത് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ സുഖമായിട്ട് ഇതിങ്ങനെ നിന്നങ്ങ് മൈൻഡ് ചെയ്യാം. അപ്പോൾ ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം സക്സസ്ഫുള്ളി വർക്കിങ്ങുമാണ്. ലാഗാണെന്നോ? ഇല്ല. ലാഗും കാര്യങ്ങളൊന്നുമില്ല. കുറേ എണ്ണം തീരെ കരിഞ്ഞു പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 23 എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. ആൾക്കാർ ഇതിനകത്തോട്ടിരിക്കട്ടെ. ഇതിങ്ങനെ സാരമില്ലല്ലോ. ഇല്ല. ഇവിടെ മാത്രം ഇതായിപ്പോയി. സാരമില്ല. ഇവിടെ ഇതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഒബ്സിഡിയം വെച്ച് കൊടുക്കാം. ഇനി എങ്ങാനും ഇത് പൊട്ടിപ്പോണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇവിടെ ഒബ്സിഡിയം വെച്ചാൽ പിന്നെ അവിടെ നിന്ന് ഇതുണ്ട്. നമ്മുടെ പിക്കാസ് കൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ എന്നുള്ളൂ. കോബിൾ സ്റ്റോണും അങ്ങനെയല്ല. പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. ഇങ്ങനെ നിന്നങ്ങ് മൈൻഡ് ചെയ്യുക. അതൊരു ആംഗിൾ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്താൽ മതി. ഇതിങ്ങനെ ആയിക്കൊണ്ടിരുന്നോളൂ. നമുക്ക് പിന്നെ അൺലിമിറ്റഡ് കോബിൾ സ്റ്റോണും കിട്ടിക്കോളും. കണ്ടോ ഇടയ്ക്ക് കരിഞ്ഞു പോകുന്നൊക്കെ കാണാം. കുഴപ്പമില്ല. കുറച്ച് ലോസ് ഉണ്ടാവും. അല്ലെങ്കിൽ മൈൻകാട്ട് വിത്ത് ഹോപ്പർ വെക്കേണ്ടി വരും. മൈൻകാട്ട് വിത്ത് ഹോപ്പർ വെച്ചാൽ ശരിയാവത്തില്ല. കാരണം വെള്ളം താഴോട്ട് വരും. അത് പറ്റത്തില്ല. വെള്ളം താഴോട്ട് വരും. അതുകൊണ്ട് അത് റിസ്ക്കാണ്. പോസിബിൾ അല്ല. ചെറിയ വീഡിയോ ആയിപ്പോയി. വെള്ളം കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്. പിന്നില്ലേ ചിലപ്പം ഞാൻ എൻഡർ ഡ്രാഗനെ കൊല്ലുന്നതിൻ്റെ അന്ന് വേറൊരാളെ ഇതിനകത്തോട്ട് ചിലപ്പോൾ 1-2 ആൾക്കാരെ ചിലപ്പോൾ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഉറപ്പില്ല. ചിലപ്പം മാത്രം കൊണ്ടുവരണോ വേണ്ടയോന്ന് നിങ്ങളൊന്ന് പറയാം. എന്തായാലും ഒരാളുണ്ടാവും. മറ്റേ ആള് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം, തിരക്കല്ലെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഈ ഒരു ബിൽഡ് സെറ്റാക്കി. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ബിൽഡ് സെറ്റാക്കണം. അതിനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോൾ നല്ല വീക്കാണ്. എൻ്റെ കയ്യിൽ ഡയമണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഡയമണ്ട് ആർമറുണ്ട് ഉള്ളൂ. പക്ഷെ ഞാൻ പ്രോപ്പറായിട്ട് ഗിയർ ആയിട്ടില്ല. ഇത്ര നേരം നിന്നിട്ട് 2 സ്റ്റാക്കാണ് കിട്ടി. ആയിരിക്കട്ടെ. ഇതെല്ലാം അവിടെ പോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്.